കോക്രോച്ച് ജനതാ പാർട്ടി വോയിസ് ഓഫ് ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന ടാഗ്ലൈനോട് കൂടി വന്നിരിക്കുന്ന ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, എക്സ് എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു അക്കൗണ്ടാണ്. ഇതിൽ ഒരുപാട് യുവാക്കൾ ഈ ഒരു അക്കൗണ്ടിലൊക്കെ ഫോളോ ചെയ്യുന്നു. ഏകദേശം 18 മില്യൺ ആളുകളാണ് ഈ പേജ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ അക്കൗണ്ട് ഡിസേബിൾ ആക്കുകയും പിന്നീട് ഈ അക്കൗണ്ട് തിരിച്ചു വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പല രീതിയിലുള്ള പേജുകളും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു തുടങ്ങി. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതിയിൽ ഒരു ഹിയറിങ്ങിനിടയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ഒരു വാചകമാണ്. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് യുവാക്കൾ, അതായത് യൂത്ത് ഒരുമാതിരി കോക്രോച്ചിനെ പോലെ, പാറ്റയെ പോലെയാണ്. അതായത് അവർക്ക് ജോലിയുമില്ല, കൂലിയുമില്ല, പക്ഷേ എല്ലാവരെയും കയറി അറ്റാക്ക് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തി. ആ ഒരു പരാമർശം വൈറലാവുകയും അത് യുവാക്കളുടെ ചങ്കിക്കൊള്ളുകയും ചെയ്തു. അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പൂനെ സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരു മൂവ്മെന്റിന് തുടക്കമിട്ടത്. അത് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഓരോ അക്കൗണ്ടൊക്കെ തുടങ്ങി. എന്നിട്ട് അതിനെക്കുറിച്ച് ഈ അൺഎംപ്ലോയ്മെന്റ്, യുവാക്കളുടെ പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ച, യുവാക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ചകളായി. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഒരു ഇടമായി ആ ഒരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്നുള്ള രീതിയിൽ അതങ്ങ് വളർന്നു. BJP, അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിനേക്കാളും ഒരുപാട് പടി മുകളിലേക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കയറുകയും, അതായത് ഫോളോവേഴ്സ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് യൂത്തിന്റെ സപ്പോർട്ടാണ്. യൂത്തിന്റെ സപ്പോർട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ്, അല്ലെ ആ ഒരു പാർട്ടിക്ക്, അതൊരു പാർട്ടിയായിട്ട് രൂപീകരിച്ചില്ല. പക്ഷേ അതെല്ലാം ഒരു കൂട്ടം യുവാക്കൾ, ഒരു ലോഡ് യുവാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. യൂത്തിന് എന്താ പറയുന്നത്, ഈ രാഷ്ട്രീയത്തിൽ യൂത്തിന് ഒരു ശോഭിക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക് മുഴുവൻ അൺഎംപ്ലോയ്മെന്റ്, പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ നീറ്റിന്റെ ചോർച്ച, മാത്രമല്ല ഇവിടുത്തെ ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയുടെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, യുവാക്കളെല്ലാം ഇങ്ങനെ തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വലിയ പ്രശ്നമായിരിക്കും, വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. കാരണം യുവാക്കൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന, എല്ലാവർക്കും തൊഴിൽ കിട്ടും അല്ലെ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പോലും തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഔട്ട് ഓഫ് സിലബസ്, അതായത് സിലബസുകളെല്ലാം പഴഞ്ഞ സിലബസ് പുതിയ രീതിയിലേക്ക്, അതായത് ഇപ്പൊ തന്നെ നമ്മുടെ കോളേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. ഇവിടെ നിന്നുള്ള കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവാണ്. 3-4 വർഷം ഒന്നും കോഴ്സ് പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് പഠിച്ച് പെട്ടെന്ന് ജോലിയിൽ കയറി കാശുണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് എല്ലാവരും. അപ്പോൾ ഇന്ത്യയിൽ അതിനൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ, തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന യുവാക്കൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, എങ്കിലും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും മറ്റും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിസ്സംഗത കണ്ടുകൊണ്ടും സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ആ ഒരു പരാമർശത്തോടുള്ള എതിർപ്പും കൂടി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഈ അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഒരു മൂവ്മെന്റ് വൻ രീതിയിൽ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്ന കേരളത്തിൽ പോലും ആ ഒരു സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ യുവാക്കൾ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, യുവാക്കൾ എന്ന് പറയുമ്പം 1-2 പേരല്ല, എത്രയോ മടങ്ങ്, ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, കോടിക്കണക്കിന് യുവാക്കൾ ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് വരെ ഒന്ന് ഞടുക്കും. അതിനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ട് സില്ലി ആയിട്ടും കാണാൻ പറ്റത്തുമില്ല. മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുമുണ്ട്. ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ നാഷണൽ ന്യൂസ് മീഡിയ എല്ലാത്തിലും ഇത് പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യ വിട്ടിട്ട് മറ്റു രാജ്യങ്ങളിലും ഇത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും ഈ ഒരു മൂവ്മെന്റിനെതിരെ ഇത്രയും വലിയ ഫോളോവേഴ്സ് ഒക്കെ ആയ
ഇൻസ്റ്റഗ്രാം പേജ് വരെ ഡിസേബിൾ ആക്കി കളയാനുള്ള പല ശ്രമങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് വരും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ളവർ ചില നാട്ടിലെ പ്രശ്നങ്ങൾ, ചില വ്യക്തികളെക്കുറിച്ചുള്ള വ്യക്തി കേന്ദ്രീകൃത പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഓരോ പേജുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആ പേജുകളിൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ള സമയത്തും ഈ പേജ് ആർക്കാണോ പ്രശ്നമുണ്ടാക്കുന്നത്, ആർക്കെതിരെയാണോ വരുന്നത്, അവർ പൈസ മുടക്കി പണം മുടക്കി ആ പേജുകൾ ഡിസേബിൾ ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സിമ്പിൾ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സംവിധാനം വളർന്നു വരുമ്പോൾ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതൊരു വെല്ലുവിളിയാവുമെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉറപ്പായിട്ടും അതിനെതിരെ വരത്തില്ലേ? അതിൻ്റെ മുകളിൽ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരെ വിലപേശി എടുക്കാൻ നോക്കത്തില്ലേ? ഇല്ലേ? അതായത് തലയുണ്ടെങ്കിലല്ലേ സംസാരിക്കുള്ളൂ. തലയില്ലാത്ത സമയത്ത് താഴെയുള്ളവർ സംസാരിക്കുകയല്ലോ. അതായത് ഒരു ലീഡർ ഉണ്ടെങ്കിലേ സംസാരിക്കാനുള്ളൂ. ലീഡർഷിപ്പ് നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു നല്ല ലീഡർഷിപ്പും കാര്യങ്ങളും മാത്രമല്ല, ഈ പറയുന്ന യുവാക്കളെല്ലാം അങ്ങനെ പോവുകയാണെങ്കിൽ, യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ, അത് ശ്രദ്ധ നേടുകയാണെങ്കിൽ, അതിലേക്ക് ഒരുപാട് പേര് പോവുകയാണെങ്കിൽ, അതൊരു ദേശീയ അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ഉള്ള യുവാക്കളെല്ലാം അങ്ങോട്ട് പോകും. ആ സമയത്ത് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു പ്രഷർ ഉണ്ടാകും, യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഈ ഒരു മൂവ്മെന്റ് നല്ലതാണ്. കാരണം എന്താ പറയുന്ന, യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് യുവാക്കൾ വേണം. യുവാക്കൾ ഉണ്ടെങ്കിലേ എന്താ പറയുന്ന അടുത്ത എന്താ പറയുന്നത് കുറേ കാര്യങ്ങൾ, പുതിയ പുതിയ വിഷൻസ്, പുതിയ ആശയങ്ങളും കാര്യങ്ങളും വരുള്ളൂ. പഴയ ആൾക്കാർ മോശമാണെന്നല്ല, യുവരക്തങ്ങൾ ഉണ്ടെങ്കിലേ അത്യാവശ്യം എല്ലായിടത്തും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള ജോലിക്കാരുടെ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ വരുന്ന നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകൾ കൂടുതലും യുവാക്കളാണ് വരുന്നത്. 18, 20, 22 വയസ്സ് പ്രായമുള്ള യുവാക്കൾ ജില്ലെന്ന്, അതായത് വളരെ ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന, നമ്മൾ ചിലപ്പോൾ താമസിക്കുന്ന വീടോ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളോ ഒക്കെ പണിത് കയറുന്നത്. അവരത്രയും ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞതൊരു ബിൽഡിംഗ് അല്ലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള യുവാക്കളുടെ കടന്നുവരവ് എന്നുള്ള ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതും ഡെയിലി വേജസിന് കൂലിപ്പണിക്ക് വരുന്ന യുവാക്കളാണ്. ഇവരൊക്കെ എന്താ പറയുന്നത്, ഇതിൽ തന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അനുവദിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു സംവിധാനം വരുമ്പോൾ ശരിക്കും അത് BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഭാരതീയ മാറ്റി നമ്മൾ കോക്രോച്ച് ചെയ്ത പോലെ അങ്ങനെ പല രീതിയിലുള്ള വീക്ഷണങ്ങളും വിമർശനങ്ങളും എല്ലാം ഉണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടിയെ BJPനെ കളിയാക്കുന്ന രീതിയിൽ പല രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ബഹുജനം പലവിധം എന്നാണ് പറയുന്നത്. പലരും ചിന്തിക്കുന്ന പല രീതിയിലാണ്. എന്തായാലും ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് മാധ്യമ ശ്രദ്ധ നേടിയതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആളുകൾ, മുതിർന്ന നേതാക്കളും ഒക്കെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇനി വളരെ സില്ലിയായിട്ട് അത് തട്ടിവിടാനാണ് പ്ലാനെങ്കിൽ നമുക്കറിയില്ല. എന്തായാലും ഇത് ദേശീയ ശ്രദ്ധ നേടിയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കും. എന്തെങ്കിലുമൊക്കെ നടക്കും, നടക്കാതിരിക്കത്തില്ല. അത്രയും വലിയൊരു രീതിയിലേക്കാണ് അത് വളർന്നു പന്തലിച്ചിരിക്കുന്നത്. ഒരു വലിയ മരമായി വടവൃക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. ചോടോടെ വെട്ടിക്കളയുമോ അതോ വളർത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് വളരെ ഒരു പ്രൊട്ടസ്റ്റാണ്, ഒരു പ്രതിഷേധമാണ്. ഒരു ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് യുവാക്കളെ വളരെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന കണ്ടപ്പോൾ യുവാക്കൾക്ക് തന്നെ തോന്നി അങ്ങനെ ഒരു സംഭവം കോക്രോച്ചിനെ പോലെയാന്ന് പറയുമ്പോൾ ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പേരാക്കി ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ഒന്നുമില്ലെന്നല്ല പറയുന്നത്. അപ്പം ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകവുമാണ്, വലിയ കാര്യമാണ്. മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജന നാട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ദാരിദ്ര്യം ഇല്ലാത്ത നാടെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ദരിദ്രരുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്.
നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ, ഇൻഫ്ലേഷൻസ്, പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്റ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിലൂടെ ചർച്ച ചെയ്യും, അത് ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്യും. എന്തായാലും മൂവ്മെന്റ് കൊള്ളാം. ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇതുകൊണ്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകളുണ്ടാവും. ഭവിഷ്യത്തിന് വേണ്ടിയല്ല, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാണല്ലോ. നമുക്ക് കാണാം എന്താണ് ഈ ഒരു സംവിധാനം കൊണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെന്ന്.